ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ കൊല്ലം പുനലൂർ ലിവിംഗ് വാട്ടർ റെസിഡൻഷ്യൽ സ്കൂളിൽ കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുന്നു. സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് കുട്ടികളാണ് മണ്ണ് ചുമന്നത്. നാട്ടുകാരുടെ ആരോപണം ശരിവെക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. അതേസമയം 6ാം ക്ലാസ്സുകാരന് നേർക്കുണ്ടായ അതിക്രമത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കുട്ടിയെ കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച കയർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കയർ കണ്ടെത്തിയത്. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ ഈ സ്ഥാപനം നടത്താനേ പാടില്ല എന്നതിന്റെ തെളിവുകളല്ലേ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ഈ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്ന ക്രൂരതയുമായി ബന്ധപ്പെട്ട് നേരത്തെ അതിന്റെ ഉടമ കഴിഞ്ഞ ദിവസം അതിനെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. ആ സെക്യൂരിറ്റിക്ക് പറ്റിയ പിഴവ് എന്ന രൂപത്തിൽ അയാളെ പറഞ്ഞുവിടാനിരുന്നാണെന്ന് എന്ന രൂപത്തിൽ. പക്ഷേ അതിലപ്പുറം അവിടെ കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതയുടെ അടുത്ത ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നു. അതായത് സ്മൃതി, പുനലൂരിലെ ലിവിംഗ് വാട്ടർ റെസിഡൻഷ്യൽ സ്കൂളുമായി ബന്ധപ്പെട്ട ക്രൂരതയുടെ കൂടുതൽ വിവരങ്ങൾ, ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പോർട്ടർ ടിവി ഇപ്പോൾ പുറത്ത് വിടുന്നത്. കുട്ടികളെ കൊണ്ട് ബാലവേല ഈ സ്ഥാപനത്തിൽ ചെയ്യിച്ചു എന്ന അതീവ ഗുരുതരമായൊരു സംഭവം, ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് കുട്ടികളെ കൊണ്ട് മണ്ണ് ചുമപ്പിച്ചത്. അതായത് ഈ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന മണ്ണ് കുട്ടികളെ കൊണ്ട് കോരി അതൊരു ഉന്തുവണ്ടിയിലാക്കി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഉൾപ്പെടെ കുട്ടികൾ ഉപയോഗിച്ച് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ മണ്ണ് ഉൾപ്പെടെ ചുമപ്പിച്ചില്ലെങ്കിൽ മണ്ണെടുപ്പിച്ചു ഉൾപ്പെടെയുള്ള ജോലികളാണ് കുട്ടികളെ കൊണ്ട് ചെയ്തത്. നാട്ടുകാർ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വി തന്നെ പുറത്തുവിട്ടിരുന്നു. നാട്ടുകാർ ഉൾപ്പെടെ ഇവിടെ ബാലവേല നടക്കുന്നുണ്ടെന്ന ആക്ഷേപം അത് ഉന്നയിച്ചിരുന്നു. ആ പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. അതൊക്കെ തന്നെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ്, തെളിവുകളാണ്, ദൃശ്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും പുറത്തു വരുന്നത്. ഇന്നലെ നമ്മൾ ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറോട് സംസാരിച്ചപ്പോൾ അവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ എല്ലാത്തിനെയും ന്യായീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. പക്ഷേ ഇന്നലെ പുനലൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ 6ാം ക്ലാസ്സുകാരനെ കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച കയർ കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കയർ പോലീസ് കൈയോടെ തൊണ്ടി എന്ന നിലയിൽ ഇന്നലെ പൊക്കിയത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പുനലൂർ DEOയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും പുറത്തു വന്നിരിക്കുന്നത് ഗൗരവകരമായ ദൃശ്യങ്ങളാണ്. ശരി, സർക്കാർ അന്വേഷണം നടത്തുന്നതിനിടയ്ക്കാണ് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ